ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പാലൊക്കെ മേടിക്കുന്നതാണല്ലേ. അപ്പോൾ ഈ പാല് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ബട്ടർ അല്ലെങ്കിൽ വെണ്ണ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അധികം ഉപകരണങ്ങൾ ഒന്നും വേണ്ട, നമ്മുടെ മിക്സിയുടെ ജാറും കുറച്ച് ഐസ് വാട്ടറും ഐസ് ക്യൂബും മാത്രം ഉപയോഗിച്ചാണ് ഇതുപോലെ നമുക്ക് പാലിൽ നിന്ന് ബട്ടർ നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. പുറത്തൊക്കെ ബട്ടറിന് എത്ര കാശാണല്ലേ, വെണ്ണയ്ക്ക് മേടിക്കുമ്പോൾ എന്തോരം കാശ് നമുക്കാകാം. ഇത് അതിലാണെങ്കിലും കെമിക്കൽസും ഒക്കെ ഉണ്ടാകും കേട്ടോ. ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ബട്ടർ അല്ലെങ്കിൽ വെണ്ണ നമ്മുടെ വീട്ടിൽ മിക്സിഡ് ജാറിൽ തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് എന്നെ അറിയിക്കാട്ടോ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ കാണാൻ. ഇതുപോലെ ഇത്രയും ഒരു കണ്ടെയ്നർ നിറച്ച് എനിക്ക് ബട്ടർ എങ്ങനെയാണ് കിട്ടിയതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാല് 1 മാസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പാൽപ്പാട ഉണ്ടല്ലോ, നമ്മുടെ പാലിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ക്രീം, അത് ഞാൻ മാറ്റി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഐസ് വിടാൻ വേണ്ടി ഒന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മാസത്തെ ക്രീമാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഐസ് ഒക്കെ വിട്ട ശേഷം നമുക്ക് ഈ പാൽപ്പാട ഒന്ന് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പാക്കറ്റ് പാൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മുടെ സാധാരണ പശുമ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പശുമ്പാലിൻ്റെ പാടയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഐസ് വാട്ടറാണ് കേട്ടോ. നല്ല തണുത്ത ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന നമ്മൾ ഐസ് വാട്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഹാഫായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബട്ടർ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാഫായിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീം നല്ല പോലെ ഐസ് ക്യൂബിൽ നിന്ന് വരും കേട്ടോ. ഐസ് ക്യൂബ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം പിടിക്കും. അങ്ങനെ നമുക്കൊരു 3 മിനിറ്റോളം നല്ല സ്പീഡിലിട്ട് മിക്സി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതാ നമുക്ക് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മിക്സിയുടെ സൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങും. ക്രീം നല്ല ബട്ടർ നല്ല തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ശബ്ദമൊക്കെ ഒന്ന് മാറും. അങ്ങനെ അതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു 3 മിനിറ്റ് നിർത്താതെ അടിക്കണം, അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും നമ്മൾ നിർത്താതെ അടിച്ച് കഴിഞ്ഞാണ്ടല്ലോ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ബട്ടർ മുകളിലേക്ക് പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ബട്ടർ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. താഴത്ത് ആ പാലും വെള്ളം അല്ലെങ്കിൽ മോര് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബട്ടർ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കൈ വെച്ചോ സ്പൂൺ വെച്ചോ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാൻ അവിടെ കൈ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ കൈ വെച്ച് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളം ഉണ്ടല്ലോ, ഈ ബട്ടറിൽ വെള്ളം ഉണ്ടാവും, പാലിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ കഴുകി കളയേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബട്ടറും ഞാൻ ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ 2ാമത് അടിച്ചിട്ട് വന്ന ട്രിപ്പിലെ ബട്ടറാണ് കേട്ടോ. ഇതുപോലെ ഞാൻ കൈകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് യാതൊരു ചിലവില്ലാതെ നമുക്ക് ഇതുപോലെ ബട്ടർ തയ്യാറാക്കിയെടുക്കാം അല്ലേ. പുറത്തുനിന്നൊന്നും വളരെ കാശ് കൊടുത്തൊന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ ഓർഗാനിക് ആണ്. ഒരു കെമിക്കലും നമ്മളിത് ചേർക്കുന്നില്ല. ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ടെയ്നറിൽ ആ പാലിൻ്റെ വെള്ളം വരുന്നുണ്ടല്ലേ, അപ്പോൾ അത് നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴുകി വിട്ട് വേണം കളയാൻ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പായിട്ട് അടിച്ചുകൊണ്ടുവന്നതാണ് ഇത്രയും ലെങ്തി ആയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാലിൻ്റെ വെള്ളം നമുക്ക് കണ്ടെയ്നറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, വെള്ളം ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ നമുക്ക് കളയണം. നമുക്ക് ഈ ഫ്രഷ് ബട്ടർ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പുറത്തൊന്നും സ്റ്റോർ ചെയ്യരുത്, ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഫ്രിഡ്ജിൻ്റെ താഴത്തൊന്നും വെച്ച് കളയരുത്, കേടായി പോകും കേട്ടോ, പെട്ടെന്ന് തന്നെ കേടാവും. അങ്ങനെ ഇതുപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വെള്ളം ഒഴിക്കാം. അതുപോലെ തന്നെ കഴുകുമ്പോഴായാലും ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം നമ്മളിൽ നിന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മുടെ കൈയുടെ വിരലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം അതുപോലെ പാലിൻ്റെ അംശമൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഈ വെള്ളം മുഴുവനും പോയി കിട്ടും കേട്ടോ. നല്ല ക്ലീൻ ആക്കി നമുക്ക് നമ്മുടെ ബട്ടർ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ല, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കണ്ടെയ്നറില്ല, അതിലാണ് ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അതിലെനിക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഫ്ലെക്സിബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഴുകിക്കോളൂ കേട്ടോ. ഞാൻ വീഡിയോക്ക് വേണ്ടി കുറച്ച് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഇത് നമ്മുടെ ബട്ടറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് നല്ലപോലെ എയർ ടൈറ്റ് ആക്കി അടച്ച് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് തേച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാം, ഹസ്ബൻഡിന് കൊടുക്കാം, വീട്ടിലെല്ലാവർക്കും കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ബട്ടർ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ആരും ബട്ടർ കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട. നമുക്ക് ഓർഗാനിക്കായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ബട്ടർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് തന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാത്തിനും മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോയുമായിട്ടൊക്കെ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ബട്ടർ ഉപയോഗിച്ച് നമുക്ക് വെണ്ണയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വെണ്ണ തയ്യാറാക്കാൻ നമ്മൾ ഉരുളിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ വെണ്ണയും കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.